ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് യൂണിവേഴ്സ് ഗൈഡൻസ് ആണ് കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾക്കുള്ളൊരു യൂണിവേഴ്സ് മെസ്സേജ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ അവസ്ഥകൾ എന്താണോ അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണോ അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് എന്താണെങ്കിലും നിങ്ങളുടെ മെൻ്റലി ഉള്ള അല്ലെങ്കിൽ ഏത് കാര്യമാണെങ്കിലും നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതുപോലെ പോസിറ്റീവ് തോട്ട്സിനെ ക്യാരി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് എന്താണ് ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? ഷാഡോസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ച് എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ഹാർവെസ്റ്റ് ചേഞ്ച് വന്നിട്ടുണ്ട്. ട്രിംബ് വന്നിട്ടുണ്ട്, ബേസ് ചക്രയും വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്? വിസ്ഡമാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ്, നിങ്ങളിപ്പം എന്ത് കാര്യത്തിലാണോ നിൽക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ട്. ഓക്കെ, ആ സക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ചില ചാലഞ്ചുകൾ നിങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പം ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചൊരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ കടന്നു പോകേണ്ട വഴികളാണിത്. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി വരാൻ പോകുന്നുണ്ട്. ഇവിടെ രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ഹാർവെസ്റ്റ് ചേഞ്ച് വന്നിട്ടുണ്ട്, ആൻഡ് ട്രിംബും വന്നിട്ടുണ്ട്. ഇത് റിലേഷൻഷിപ്പിനെ കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എഗെയിൻ ഒരു വരുത്താണ് കാണുന്നത്. അതായത് ഒരു റീബേർത്ത് സംഭവിക്കുക, അല്ലെങ്കിൽ എഗെയിൻ പ്രപ്പോസ് ചെയ്ത് വരിക. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് മിണ്ടാതെ നിൽക്കുന്നതെങ്കിൽ അവർ നിങ്ങളിലേക്ക് എഗെയിൻ വരും, അതിലൊരു സക്സസ് ഉണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ മെറ്റീരിയൽ ചേഞ്ച് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എന്ന് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ആളാണ്, അല്ലെങ്കിൽ ജോബിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ജോബ് ഉണ്ടെങ്കിൽ പോലും ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, അതിൽ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വല്ല മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വല്ല സാധനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കാറ് വേണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് സക്സസിൻ്റെ കാർഡാണ്, പക്ഷെ അത് വളരെ കഷ്ടപ്പെട്ട് സക്സസ്സിലേക്ക് വരുന്ന ഒരു കാർഡാണ്. ഓക്കെ, അപ്പം നിങ്ങളും അതേപോലെ തന്നെ കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ചാലഞ്ചുകൾ, ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ച് വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് വന്ന കാർഡ് അതാണ്. ഷാഡോ ഫസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചില സിറ്റുവേഷൻസ് കടന്ന് മാത്രമേ അവിടം വരെ എത്തുള്ളൂ എന്നുള്ളത് നമ്മൾക്ക് കാണുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾക്ക് ബേസ് ചക്ര ബ്ലോക്ക് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. ബേസ് ചക്ര എന്ന് പറയുന്നത് റൂട്ട് ചക്രയ്ക്ക് സമമാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ചില ബ്ലോക്കുകൾ വരുന്നുണ്ട്, സക്സസിൻ്റെ അടുത്തെത്തിയിട്ട് ബ്ലോക്കുകൾ വരുന്നു, മുടങ്ങിപ്പോകുന്നു. നിങ്ങൾ വല്ല ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ട് അത് കറക്റ്റ് എല്ലാം നല്ല വൃത്തിയിലും കാര്യങ്ങളിലും എല്ലാം അപ്ലൈ ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് അതിൽ കിട്ടുന്നില്ല, മുടങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ഏതിലെങ്കിലുമൊക്കെ നിങ്ങൾക്കതിൽ തോന്നുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വീട് വിൽക്കാൻ വേണ്ടി നിങ്ങൾ വെച്ചു, ആ വീട് വിൽക്കാൻ, ആ വീടിനൊരു കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ള വീടാണ്, എല്ലാം നിങ്ങൾ വളരെ ക്ലിയർ ചെയ്തു, പക്ഷേ ആ വീട് വിറ്റു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് നിങ്ങൾക്കുള്ള ബ്ലോക്കാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അതുപോലെ നിങ്ങൾ മെൻ്റലി ഉള്ളൊരു ബ്ലോക്കാണ് ഈ ബേസ് ചക്ര എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ബേസ് ചക്ര ബ്ലോക്കാണ്. സോ ബേസ് ചക്ര നേരാക്കാനുള്ള മെഡിറ്റേഷൻസ് കാര്യങ്ങൾ ചെയ്യാം, ബ്ലോക്ക് മാറ്റാനുള്ള മെഡിറ്റേഷൻസ് ചെയ്യാം, സാധാ മെഡിറ്റേഷൻ റേക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രാണായാമയൊക്കെ ചെയ്ത് ബ്ലോക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. കാരണം വിസ്ഡമാണ് വന്നിട്ടുള്ളത്, പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഉറപ്പായിട്ടും ഒരു സ്റ്റെബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ എഗെയിൻ ഒരു റിയൂണിയനും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിലും നിങ്ങൾക്ക് സക്സസ് ആണ്. പക്ഷെ ആ ഒരു സക്സസ്
നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ചില കടമ്പകൾ നിങ്ങൾ കടക്കേണ്ടതാണ്. യെസ്, ഡെഫിനറ്റ്ലി. കാരണം ഇവിടെ 10 ഓഫ് വാൺസിന് എനർജി വന്നിട്ടുണ്ട്. ഇത് കൺഫർമേഷനാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യത്തിന് കൺഫർമേഷനാണ്. നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സ് തോന്നിയേക്കാം, എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി തോന്നിയേക്കാം, എക്സ്ട്രാ സ്ട്രെസ്സ് തോന്നിയേക്കാം. ഒരുപാട് സ്ട്രെസ്സ് തോന്നും, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായേക്കാം, നിങ്ങൾക്ക് ജഗ്ലിംഗ് അവസ്ഥ ഉണ്ടായേക്കാം. എന്താ പറയുക, നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ചില കാര്യങ്ങളിൽ നിന്നും മൂവ് ആകാൻ പറ്റുന്നില്ല, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, കറക്റ്റായിട്ടൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, അതൊക്കെ ഒരു പരീക്ഷണങ്ങളാണ്. ഓക്കെ, നിങ്ങൾ എത്തുന്നതിന് മുൻപേ ഉള്ള ചില പരീക്ഷണങ്ങൾ മാത്രമാണത്. ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് മീൻസ് ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ഈസി ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ദ ചാരിയറ്റ് കാർഡ് ഇവിടെ എഗെയിൻ വന്നിട്ടുണ്ട്. ഇത് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ട്രിംബ് വന്നതും ഈ ചാരിയറ്റ് കാർഡും ഒന്നാണ്. ഓക്കെ, ട്രിംബിൻ്റെ അർത്ഥം ചാരിയറ്റ് തന്നെയാണ്. അതായത് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരും, പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും സ്ട്രഗിളിങ്ങും ഉണ്ടാകും, റിലേഷൻഷിപ്പിലും ഉണ്ടാകും. മേ ബി ഇപ്പം നിങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം, പക്ഷേ നിങ്ങൾക്കതിൽ മാറ്റം ഉണ്ടാകും. സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് വളരെ ആവശ്യമാണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഷാഡോ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരേ സിറ്റുവേഷൻസ് ഇങ്ങനെ എഗെയിൻ ഇങ്ങനെ ഫേസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. അതായത് നമ്മുടെ പ്രതീക്ഷകളെല്ലാം കൈവിട്ട് പോകുന്നൊരു ഫീൽ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ തന്നെ എഗെയിൻ എഫേർട്ട് ഇടുന്നു, നമുക്കതിൽ റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ആർക്കായാലും അതിലൊരു എന്താ പറയുക, നമുക്കൊരു ഷാഡോ വരില്ലേ, അല്ലെങ്കിൽ അതിനൊരു മടുപ്പ് തോന്നിപ്പോവും. അപ്പം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് ആവശ്യമാണ്. ഓക്കെ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ ഒരു എന്താ പറയുക, അപ്പം ഈ ഒരു സമയവും കടന്നു പോകും എന്ന് പറയുന്നത് പോലെ ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതാണ്. സോ സിമ്പിളായിട്ട് കാണണം എന്നുള്ള രീതിയിൽ. ഓക്കെ, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ തന്നെ 3 ഓഫ് കപ്സ്, അതുപോലെ 10 ഓഫ് സോഡ്സ്. നിങ്ങൾക്കുള്ള സിറ്റുവേഷൻസ് എല്ലാം ടെമ്പററി ആണ്. ഓക്കെ, നിങ്ങൾക്കുള്ള സിറ്റുവേഷൻസ് എല്ലാം ഓവർകം ചെയ്യാനുള്ളതാണ്, ടെമ്പററി ആണ്. നിങ്ങളെ സക്സസിൻ്റെ വക്ക് വരെ എത്തിയിട്ട് പരീക്ഷണത്തിൽ ഒന്നും കൂടി യൂണിവേഴ്സ് കൊണ്ടിടും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിലേക്ക് അത് തരുന്നതിന് മുൻപേ ഉള്ളൊരു പരീക്ഷണമാണ്. നിങ്ങൾക്കത് എത്രത്തോളം സൂക്ഷിക്കാൻ പറ്റും, നിങ്ങൾ എത്രത്തോളം വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെയുള്ള പരീക്ഷണങ്ങളാണിത്. അപ്പം കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ അവസാനം വന്നു, ഫസ്റ്റ് 10 ഓഫ് സോഡ്സ് വന്നു. ഓക്കെ, ഇത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പെയിൻ അനുഭവിക്കേണ്ടി വരും, നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥകൾ നിങ്ങൾ ഫേസ് ചെയ്യും. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കരഞ്ഞു പോകും, സിറ്റുവേഷൻസ് കൊണ്ട് കരഞ്ഞു പോകും, നിങ്ങൾ മെൻ്റലി ബ്ലോക്കായി പോകും എന്നൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇന്നർ സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആയി പോകുന്നത്. ഓക്കെ, 3 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ അവരുടെ കൂടെ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അവസ്ഥകളെല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ സ്ട്രഗിളിങ് അനുഭവിക്കുന്നത് പോലെയാണ് ഇത്രയും കാർഡ്സ്. പാസ്റ്റിനെയാണ് കാണിച്ചു തരുന്നത്, പ്രസൻറ്റ് അവസ്ഥയിലാണ് കാണിച്ചു തരുന്നത്. സോ മനസ്സിലാക്കുക, നിങ്ങൾ ഈ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിലേക്ക് വരും, കിങ്ങിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ വരും. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ലൈഫിൽ ഇതിനിപ്പോൾ എന്താ സൊല്യൂഷൻ, എങ്ങനെയാണ് സൊല്യൂഷൻ എടുക്കേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് നിങ്ങൾ ബേസ് ചക്രയുടെ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രാണായാമ ചെയ്യാം, അല്ലെങ്കിൽ ബേസ് ചക്രയുടെ തന്നെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള മുദ്രകൾ ഉപയോഗിച്ചിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ റേക്കി ചെയ്യാം. അതാകുമ്പോൾ മുഴുവനായിട്ടും വരും. പിന്നെ ടെമ്പറൻസ്, ബാലൻസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഈ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതാണല്ലോ. അപ്പം നിങ്ങൾ എന്താക്കുക, ബാലൻസ് ചെയ്യുക, ലൈഫിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കിതിനെ വളരെ ഈസി ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്രയും എഫേർട്ട് ഇടുന്നു, വീണ്ടും നിങ്ങൾ തോറ്റു പോകുന്നു, അല്ലെങ്കിൽ എഫേർട്ട് ഇടുന്നു, വീണ്ടും നിങ്ങൾ കാത്തിരിക്കുന്നു, ഇങ്ങനെയുള്ള അവസ്ഥകൾ വീണ്ടും നിങ്ങൾ അതിനെ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ അവിടെ മാത്രമാണ് നിങ്ങൾ തോറ്റു പോകുന്നത്. അപ്പോൾ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ സ്വയം പറ്റും. മുന്നിൽ കിടക്കുന്നുണ്ട്, നമ്മളവിടെ എത്താൻ കുറച്ച് പാടാണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ടെമ്പറൻസ് പറയുന്നത്. ഹീല് ചെയ്യാൻ പറയുന്നുണ്ട്. ഹീല് ചെയ്യാൻ പറയുന്നത് ഈ ഷാഡോയിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ അടുത്ത് ഹീൽ ചെയ്യാൻ പറയുന്നത് ഷാഡോയിൻ്റെ എനർജിയാണ്.